السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അഅ്മാലുൻ യസീറ ഉജൂറുൻ അദീമ എന്ന കിതാബിലെ 103-ാമത്തെ ഹദീസാണ് ഇനി വായിക്കാനുള്ളത്. അതിൻ്റെ തലവാചകം ഈ കിതാബിലുള്ളത് അസ്സബ്റു അലൽ മറദ്, രോഗം ബാധിച്ചതിൻ്റെ പേരിൽ ക്ഷമിക്കുക. രോഗമുണ്ടാകും, ആ രോഗമുണ്ടാകുന്ന സന്ദർഭത്തിൽ ക്ഷമിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. അതാ ഇബ്നു അബി റബാഹ്, പ്രമുഖനായ താബിഇയ്യൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ശിഷ്യനാണ് അതാ ഇബ്നു അബി റബാഹ്. അദ്ദേഹം പറയാണ്, ഖാല ലീ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്നോട് പറഞ്ഞു, അല ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരിയായ ഒരു സ്ത്രീയെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. സ്വർഗക്കാരിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. അപ്പോൾ അതാ റഹിമഹുല്ലാ പറഞ്ഞു, ഖുൽതു ബല, അതെ, കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഒരു സ്ത്രീയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹാദിൽ മർഅതു സൗദാ, ഈ കറുത്ത സ്ത്രീയാണ് സ്വർഗക്കാരിയായിട്ടുള്ള സ്ത്രീ. എന്താണ് കാരണം? അഥത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഖാലത്ത്, അവർ പറഞ്ഞു, ഇന്നി ഉസ്റാ, എനിക്ക് അപസ്മാരം ബാധിക്കാറുണ്ട്, അപസ്മാരം ബാധിക്കാറുണ്ട്. വ ഇന്നി അതകശഫ്, ആ സമയത്ത് എൻ്റെ വസ്ത്രം അത് അല്പം നീങ്ങിപ്പോകാറുണ്ട്, എൻ്റെ നഗ്നത വെളിവാകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഫദ്ഉല്ലാഹ ലി, അതുകൊണ്ട് എനിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ ദുആ ചെയ്യണം. ഖാല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഇൻ ശിഅ്തി സബർതി വലകിൽ ജന്ന, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് ക്ഷമിക്കാം, നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രയാസത്തിൽ നീ നിനക്ക് ക്ഷമിക്കാം, എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. ഈ പ്രയാസത്തിൽ നീ സബ്ർ കാണിക്കാൻ തീരുമാനിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. വൈൻ ശിഅ്തി ദഅഉതുല്ലാഹ അൻ യുആഫിയകി, ഇനി നീ ഉദ്ദേശിക്കുന്നത് നിന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് അസുഖം, അതിന് ആഫിയത്ത് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. 2 മാർഗങ്ങളാണ് നിർദ്ദേശിച്ചത്. ഒന്നുകിൽ നീ ഇതിന്റെ പേരിൽ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. ഇനി നീ ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കാനാണെങ്കിൽ ഞാൻ അതിനുവേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാം, നിന്റെ അസുഖം മാറാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഖാലത്ത്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അസ്ബിർ, ഞാൻ ക്ഷമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എനിക്ക് സ്വർഗമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഖാലത്ത്, പക്ഷെ അവർ അവരുടെ മറ്റൊരു ആവശ്യം അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഫഇന്നി അതകശഫ്, ഈ അപസ്മാരം ബാധിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകാറുണ്ട്, അങ്ങനെ എൻ്റെ നഗ്നത കുറച്ചൊക്കെ വെളിവാകാറുണ്ട്. ഫദ്ഉല്ലാഹ അൻ ലാ അതകശഫ, എൻ്റെ ഈ ഒരു അസുഖം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നതിനെ തൊട്ട്, അല്ലെങ്കിൽ എൻ്റെ നഗ്നത വെളിവാകുന്നതിനെ തൊട്ട് അതില്ലാതിരിക്കാൻ വേണ്ടി, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ ദുആ ചെയ്യണം. ഫദഅ ലഹാ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി ദുആ ചെയ്തു. വേറെ ചില റിവായത്തിൽ കാണാം, പിന്നീട് ഇവർക്ക് അപസ്മാരം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ
നഗ്നത അല്ലെങ്കിൽ അവരുടെ വസ്ത്രം അത് നഗ്നത കാണുന്ന രൂപത്തിലേക്ക് നീങ്ങിപ്പോകാറില്ല എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഹദീസ്. ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞത് അത് രണ്ട് വിഭാഗം ആളുകൾക്കാണ്. ഒന്ന്, സ്വർഗമുണ്ട് എന്ന് ചില വിശേഷണങ്ങൾ പറഞ്ഞിട്ട് ആ വിശേഷണമുള്ള ആളുകൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. മുത്തഖികൾ, തഖ്വ പാലിക്കുന്ന ആളുകൾ, അവർക്ക് സ്വർഗമുണ്ട്, അവർക്കാണ് സ്വർഗം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്നിങ്ങനെ സ്വർഗം ലഭിക്കുന്ന ആളുകളുടെ വിശേഷണം പറഞ്ഞുകൊണ്ട് അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. അഅദത്തു ലിഇബാദി അസ്സാലിഹീൻ, എന്റെ സാലിഹകളായ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു സ്വർഗം. ഇങ്ങനെ സാലിഹകൾ, മുത്തഖികൾ എന്നിങ്ങനെ മൊത്തത്തിൽ സ്വർഗം കിട്ടുന്ന ആളുകളുടെ വിശേഷണം പറഞ്ഞുകൊണ്ട് അവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിഭാഗം അവരുടെ പേരെടുത്ത് തന്നെ അവർ സ്വർഗത്തിലാണ് എന്ന് പ്രത്യേകം പരാമർശിക്കപ്പെട്ട ആളുകൾ. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, അവർ സ്വർഗത്തിലാണെന്ന് നേർക്കുനേരെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു ചില സഹാബികൾ, അവരുടെ പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗക്കാരുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ആയിഷ, ഖദീജ, അങ്ങനെ പല സഹാബ വനിതകളെ കുറിച്ചും വന്നിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗക്കാരിയാണ് എന്ന്, അവർക്ക് സ്വർഗം ലഭിക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഹദീസിലുള്ള ഒരു വലിയ പാഠമാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗം വലിയ പദവികൾ ലഭിക്കുക ഒരാളുടെ നിറമോ അല്ലെങ്കിൽ അവരുടെ ജാതിയോ അല്ലെങ്കിൽ അവരുടെ തറവാടോ ഒന്നും നോക്കിയിട്ടല്ല, മറിച്ച് അവരുടെ തഖ്വ പരിഗണിച്ചിട്ടാണ്. ഇപ്പൊ ഈ സ്ത്രീ ഒരു കറുത്ത വർഗക്കാരിയായ സ്ത്രീ അല്ലെങ്കിൽ കറുത്ത സ്ത്രീയാണ്. അപ്പൊ അതൊന്നുമല്ല അള്ളാഹുവിൻ്റെ അടുത്ത് വില നിശ്ചയിക്കുന്നത്, മറിച്ച് അവരുടെ തഖ്വയും സൂക്ഷ്മതയുമാണ് അള്ളാഹു തആല പരിഗണിക്കുന്ന കാര്യം. അതേപോലെ തന്നെ ഈ സ്ത്രീക്ക് ലഭിച്ചിട്ടുള്ള കറാമ, ആദരവ്, അവരവിടെ ജീവിക്കുന്നുണ്ട്, പക്ഷെ അവർ സ്വർഗക്കാരിയാണ് എന്ന കാര്യം, അവർ ക്ഷമിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട്, അതുകൊണ്ട് അവർ അതിലൂടെ സ്വർഗത്തിലേക്ക് എത്തും എന്നുള്ള ഒരു സന്തോഷ വാർത്ത അവർ അറിയിക്കപ്പെട്ടു എന്നുള്ളത് അവർക്ക് ലഭിക്കുന്ന വലിയൊരു ആദരവാണ്. അതേപോലെ തന്നെ അപസ്മാരം എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, രണ്ട് തരത്തിലുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അപസ്മാരം രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു രോഗം എന്ന നിലക്ക് ഡോക്ടർമാർ ചികിത്സിച്ച് അതിന് ഷിഫ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ലഭിക്കുന്ന ശരീരത്തിൻ്റെ ചില അവസ്ഥക്കനുസരിച്ചുണ്ടാകുന്ന അപസ്മാരം, സറഅ്. രണ്ടാമത്തെ വിഭാഗം ജിന്നുബാധയിലൂടെ ഉണ്ടാകുന്ന അപസ്മാരമാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് നിലക്കും സറഅ് ഉണ്ടാകും. സറഅ് എന്ന അപസ്മാരം ജിന്നുബാധയിലൂടെയും ഉണ്ടാകും, അഥവാ ശൈത്താനിയത്ത് എന്ന നിലക്കും ഉണ്ടാകും, അതുപോലെ തന്നെ ശരീരത്തിനെ ബാധിക്കുന്ന ഒരു രോഗം എന്ന നിലക്കുണ്ടാകും. ഇത് രണ്ടും ശരിക്കും മനസ്സിലാക്കണം. എല്ലാ അപസ്മാരവും പിശാചിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ പാടില്ല, നേരെ തിരിച്ചു മനസ്സിലാക്കാൻ പാടില്ല. എല്ലാ അപസ്മാരവും അത് പൈശാചികമായതുണ്ടാകും, അല്ലാത്തതുണ്ടാകും. അപ്പോൾ ഇത് രണ്ട് നിലക്കും സംഭവിക്കും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അവർക്ക് ബാധിച്ചിട്ടുള്ളത് ശൈത്താനിയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. തയ്യിബ്, മറ്റൊരു വിഷയം ഈ ഹദീസിലുള്ളത്, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രോഗത്തെക്കാൾ പ്രയാസം അവരുടെ നഗ്നത മറ്റുള്ളവർ ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇതുണ്ടാകുന്ന സന്ദർഭത്തിൽ കാണുന്നു, അല്ലെങ്കിൽ അവർ അത് വെളിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം. നോക്കൂ, ആ ഒരു മാരകമായ അല്ലെങ്കിൽ അവർ പ്രയാസമുണ്ടാകുന്ന അസുഖം അവർ ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇപ്പോൾ ഈ അപസ്മാരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിന് മൊത്തം ഭാഗം വെളിവാകൊന്നുമില്ല, കാല് അല്ലെങ്കിൽ കൈയിൻ്റെ ഭാഗം, ചെറിയ ശരീരത്തിൻ്റെ ഔറത്ത് തന്നെയാണ്, അങ്ങനെയുള്ള ഭാഗങ്ങളെ വെളിവാകുള്ളൂ. ഏറ്റവും മോശമായ അവസ്ഥയിലൊന്നും അത് സംഭവിക്കാറില്ല. പക്ഷെ അതുപോലും
ആളുകൾ, സത്യം പറഞ്ഞാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അസുഖം ബാധിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ അവരറിയാതെ ബോധപൂർവമല്ലാതെ നഗ്നത വെളിവായാൽ അവർ കുറ്റക്കാരിയല്ല, അവർ അതിന്റെ പേര് വിചാരണ ചെയ്യപ്പെടുക പോലുമില്ല. പക്ഷെ എന്നിരുന്നാലും അവരുടെ ഹയ, അവരുടെ ലജ്ജ, അതിനുവേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ രോഗം മാറുന്ന വിഷയത്തിലല്ല, ഈ ഒരു അസുഖം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നഗ്നത വെളിവാകുന്നതിൽ നിന്ന് രക്ഷിക്കണം, അതിൽ നിന്ന് ഒരു പരിഹാരമുണ്ടാകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നോക്ക്, ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളും അന്നത്തെ സലഫുകളും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഇന്ന് ഇത് പ്രകടിപ്പിക്കാനും ആളുകളെ കാണിക്കാനും വേണ്ടിയിട്ടാണ്, അതാണ് സീനത്തായി ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ പറയുന്ന സഹാബ വനിതകൾ അവർ അവരുടെ നഗ്നത മറക്കുന്ന വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ കാണിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹദീസൊക്കെ ശരിക്കും ഇന്ന് യാതൊരു ലജ്ജയുമില്ലാതെ ഔറത്ത് വെളിവാക്കി നടക്കുന്ന സ്ത്രീകൾ, മുസ്ലിം പേരുള്ള സ്ത്രീകൾ തന്നെ, മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾ, മുസ്ലിമത്തുകളായിട്ടുള്ള സ്ത്രീകൾ തന്നെ, അവർ ഈ സംഭവം ശരിക്കും ഇതിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഹദീസിൽ നിന്ന് ഫായിദയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മഹാന്മാരായ സലഫുകൾ പ്രത്യേകിച്ച് അവർക്ക് ദുനിയാവല്ല വലുത്, പരലോകമാണ്, സ്വർഗം കിട്ടും. ഇൻ ശിഅ്തി സബർതി വലകിൽ ജന്ന, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് കേട്ടപ്പോഴേക്കും അസ്ബിർ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, എനിക്ക് സ്വർഗമാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അവർക്ക് ദുനിയാവിനോടുള്ള താല്പര്യക്കുറവും സ്വർഗം ലഭിക്കാനുള്ള അവരുടെ അതീവ താല്പര്യവുമൊക്കെ ഈ ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഫായിദയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, സാലിഹുകളായ നല്ല മനുഷ്യന്മാരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞത് കാണാം. അതേപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതിന് സബർ ചെയ്താൽ, ക്ഷമിച്ചാൽ അവർക്ക് കിട്ടുന്നത് സ്വർഗമാണ്. സ്വർഗം വരെ അതുകൊണ്ട് കിട്ടും. ഏറ്റവും വലിയ പ്രതിഫലം അവർക്ക് ലഭിക്കും എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. രോഗമെന്ന് പറഞ്ഞാൽ അതാണ് വിഷയം, അസ്സബ്റു അലൽ മറദ്, രോഗം ബാധിച്ചാൽ ക്ഷമിക്കണം. ഇപ്പൊ നോക്ക്, അസുഖമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും അസുഖങ്ങൾ ഉണ്ടാകും, നിത്യരോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും, ഇടയ്ക്കിടെ അസുഖം ബാധിക്കുന്ന ആളുകൾ ഉണ്ടാകും. രോഗികൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രോഗികളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയായ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന ചെറുതും വലുതുമായ ഏത് അസുഖങ്ങളാകട്ടെ, അവനെ സംബന്ധിച്ചിടത്തോളം അതിലൊരുപാട് ഖൈറുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഖൈറുണ്ട്. രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ ആ രോഗത്തെ അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് മനസ്സിലാക്കി അതിനോട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രതികരിച്ചാൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, ഗുണങ്ങൾ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെയും സഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അസുഖം ഇന്ന് ധാരാളം അസുഖങ്ങളുണ്ട്, പല രൂപത്തിൽ അസുഖങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, ലം തൽഹരിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ. ഈ ലോകത്ത് ദുനിയാവിൽ ഫാഹിശത്ത്, വൃത്തികേടുകൾ, വ്യഭിചാരം, സവർഗരതി പോലെയുള്ള തിന്മകൾ പരസ്യമാകുന്ന രൂപത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ, പ്ലേഗ് പോലെയുള്ള അസുഖങ്ങൾ അവരിൽ വ്യാപിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഔജാഉ അല്ലതി ലം തകുൻ മദത് ഫി അസ്ലാഫിഹിം അല്ലദീന മദൗ, നേരത്തെ മുൻ സമുദായത്തിൽ അല്ലെങ്കിൽ അവരുടെ മുൻ തലമുറകളിൽ ഇല്ലാതിരുന്ന പല അസുഖങ്ങളും അവരിൽ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോക്ക്, ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പുണ്ടാകാത്ത, അവർക്ക് പരിചയമില്ലാത്ത എത്ര പുതിയ അസുഖങ്ങളാണ്. നേരത്തെ ജീവിച്ചിരുന്ന ആളുകൾക്ക് പരിചയമില്ലാത്ത പല രൂപത്തിലുള്ള അസുഖങ്ങളും അവർക്കിടയിൽ വ്യാപിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
ഫാഹിഷത്തുകൾ, വൃത്തികേടുകൾ അത് വ്യാപകമായാൽ, അത് പ്രകടമാകുന്ന രൂപത്തിൽ ചെയ്താൽ, നമുക്കറിയാം ഇന്ന് തോന്നിവാസങ്ങൾ, വ്യഭിചാരവും അതുപോലെ തന്നെ വൃത്തികേടുകളും ലൈംഗിക അരാജകത്വങ്ങൾ എല്ലാം അതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പരസ്യമായി അത് ചെയ്യാൻ, അത് ആളുകളെ സ്ക്രീനിലിട്ട് കാണിക്കാൻ, അത് കാണാനും അത് പരസ്യമായി ചെയ്യാനും അത് ആളുകളെ കാണിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇന്ന് ധാരാളം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇങ്ങനെയുള്ള വൃത്തികേടുകൾ വ്യാപിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അവർക്ക് പരിചയമില്ലാത്ത പല പല അസുഖങ്ങളും പുതിയ പുതിയ അസുഖങ്ങളും ഉണ്ടാകുമെന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പലതും പല രൂപത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകും. പരീക്ഷണമെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഒരു പരീക്ഷണം എന്ന നിലക്ക് ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും. അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടും അനുഗ്രഹങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടും അല്ലാഹു തആല പരീക്ഷിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, നബ്തലീകും ബിശ്ശിദ്ദതി വറഖാ വസ്സിഹ്ഹതി വസ്സഖം വൽഗിനാ വൽഫഖർ വൽഹലാലി വൽഹറാം വത്താഅതി വൽമഅസിയ വൽഹുദാ വദ്ദലാല. അല്ലാഹു തആല പറയാണ്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ്, നിങ്ങളെ സമൃദ്ധി നൽകിക്കൊണ്ടും പ്രയാസം നൽകിക്കൊണ്ടും പരീക്ഷിക്കും, ആരോഗ്യവും രോഗവും തന്നുകൊണ്ട് പരീക്ഷിക്കും, സമ്പത്തും സമ്പത്തില്ലാതെ ദാരിദ്ര്യം നൽകിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, ഹലാല് ഹറാമ് കൊണ്ട്, അതുപോലെ തന്നെ നന്മ തിന്മകൾ കൊണ്ട്, അതുപോലെ തന്നെ ഹുദ നിർമാർഗം, അതുപോലെ തന്നെ വഴികേട്, ഇങ്ങനെയുള്ള ഖൈറും ഷർറും കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് കാണാം. പല രൂപത്തിലും നമ്മൾക്ക് അല്ലാഹു ഒരു നിഅമത്ത് നൽകിയാൽ അത് പരീക്ഷണമാണ്. ഒരു മുസീബത്ത് നമ്മളിലേക്ക് വന്നാലും അതും പരീക്ഷണമാണ്. അബ്ദുൽ മാലിക് ഇബ്നു അബ്ജർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, മാ മിനൻ നാസി ഇല്ലാ മുബ്തലൻ ബിആഫിയ. ഏതൊരു മനുഷ്യനും ഒന്നുകിൽ ആഫിയത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നയാളായിരിക്കും. അയാൾക്ക് ആരോഗ്യമുണ്ട്, അതൊരു പരീക്ഷണമാണ്. ലിയൻദുറ കൈഫ ശുക്റുഹു, എങ്ങനെയാണ് അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവന് ആഫിയത്ത് കൊടുക്കുന്നത്. അപ്പൊ ആഫിയത്ത് ഒരു പരീക്ഷണമാണ്. ആരോഗ്യം എന്നുള്ളത് പരീക്ഷണം. അവന്റെ ശുക്ർ എങ്ങനെയാണ്, അവൻ എത്രത്തോളം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള പരീക്ഷണം. അതുപോലെ തന്നെ ഔ ബലിയ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് പരീക്ഷണം ഉണ്ടാകുന്നത് മുസീബത്ത് കൊണ്ടായിരിക്കും. അതെന്തിനാണ്? ലിയൻദുറ കൈഫ സബ്റുഹു, അവന്റെ ക്ഷമ എങ്ങനെയാണെന്ന് നോക്കാനാണ്. അവൻ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് ആ പരീക്ഷണം ഉണ്ടാകുമ്പോൾ. ഒരു അനുഗ്രഹം ആഫിയത്താകാം, അത് ആ അനുഗ്രഹം നൽകുന്നത് അവൻ എങ്ങനെയാണ് ശുക്ർ കാണിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ. അപ്പൊ എല്ലാ നിലക്കും പരീക്ഷണം തന്നെയാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും പരീക്ഷണം. അത്തരത്തിൽ അള്ളാഹു പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അസുഖം കൊണ്ടുള്ള പരീക്ഷണം. അസുഖങ്ങൾ കൊണ്ടുള്ള പരീക്ഷണം. ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അതൊരു താൽക്കാലികം 1-2 ദിവസത്തെ അസുഖമാണെങ്കിലും, അത് മാരകമായ അസുഖങ്ങളാണെങ്കിലും, ദീർഘകാലം നിലനിൽക്കുന്ന അസുഖങ്ങളാണെങ്കിലും, ഇനി മെഡിക്കൽ സയൻസ് മരുന്ന് കണ്ടെത്താത്ത അസുഖങ്ങളാണെങ്കിലും ഒക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ എങ്ങനെയാണ് അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അസുഖം ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുണ്ട്. നമ്മൾക്ക് ബാധിക്കുന്ന ഏത് അസുഖങ്ങളും, അസുഖം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. എനിക്ക് മാരകമായ അസുഖങ്ങൾ, ഇങ്ങനെ ഷർറിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. അസുഖം അല്ലാഹു കണക്കാക്കിയാൽ അതിൽ വിശ്വാസി ഖൈറിനെ കണ്ടെത്തും. വിശ്വാസി ഖൈറിനെ കണ്ടെത്തും. എത്രത്തോളം സലഫുകളെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മനുഷ്യന്മാരെ കുറിച്ച്, അമ്പിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. അവരെന്ന് പറഞ്ഞാൽ, വഇൻ കാന അഹദുഹും ലയഫ്റഹു ബിൽ ബലാഇ കമാ യഫ്റഹു അഹദുകും ബിർറഖാ. നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ സന്തോഷിക്കുന്നത്, അതുപോലെ അമ്പിയാക്കന്മാർ, സാലിഹുകൾ
അവർക്കൊരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ അതിലവർ സന്തോഷിക്കും. എന്തിനാണ് അവർ സന്തോഷിക്കുന്നത്? ആ പരീക്ഷണത്തിൽ സബ്ർ കാണിച്ചാൽ, ക്ഷമിച്ചാൽ കിട്ടുന്ന കൂലി അത് മനസ്സിലാക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അവർക്ക് വരുന്ന ഒരു പരീക്ഷണത്തെ അവർ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഇങ്ങനെയായിരുന്നു അമ്പിയാക്കന്മാർ, സാലിഹുകൾ. ഒരു പരീക്ഷണം വരുന്നത് പോലും അവർ നമ്മൾക്കൊരു നിഅമത്ത് ലഭിക്കുന്നത് പോലെ തന്നെ അവർ അതിനെ കണ്ടിരുന്നു. കാരണം പരീക്ഷണങ്ങൾ ഉണ്ടായാൽ അതിൽ സബ്ർ ചെയ്താൽ, ക്ഷമിച്ചാൽ കിട്ടുന്ന കൂലി അതവർക്ക് അറിയാമായിരുന്നു. അതിലവർക്ക് യഖീൻ ഉണ്ടായിരുന്നു, അവർക്കതിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ ഈ പരീക്ഷണത്തിൽ ക്ഷമിച്ചാൽ ഇന്നമാ യുവഫ്ഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് എന്ന ഉറച്ച വിശ്വാസം ഏത് പരീക്ഷണങ്ങളെയും സ്വീകരിക്കാൻ അവരെ പാകപ്പെടുത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടുണ്ടാകുന്ന ഒരു രോഗം നമ്മൾക്കുണ്ടായാൽ നമുക്കതുകൊണ്ടുണ്ടാകുന്ന മെച്ചമെന്താണ്, നേട്ടമെന്താണ്, നമ്മളത് മനസ്സിലാക്കണം. അതിൽ നമ്മൾക്കൊരു അസുഖം ബാധിച്ചാൽ പോലും അതിൽ പല ഗുണങ്ങളുമുണ്ട്. രോഗികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില അസുഖമൊക്കെ ജീവിതത്തിൽ വന്നിട്ട് വല്ലാത്ത പ്രയാസം, മാനസികമായി തളർന്നു പോകുന്ന ആളുകളുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് വലിയ ആശ്വാസം ഉണ്ടാകും. നോക്ക്, 10 കാര്യങ്ങൾ പറയാം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള 10 കാര്യങ്ങൾ. ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന, അതുകൊണ്ടുണ്ടാകുന്ന മെച്ചം, നേട്ടങ്ങൾ. അസുഖം അല്ലാഹു തആല അവന് ഖദറാക്കിയാൽ അതിലൂടെ അവനുണ്ടാകുന്ന ചില നേട്ടങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒന്നാമത്തെ ഒരു കാര്യം, ഒരടിമ അവന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, അനുഗ്രഹങ്ങൾ ലഭിക്കും. മുസീബത്തുണ്ടാകും, അനുഗ്രഹങ്ങൾ ഉണ്ടാകും, രണ്ടവസ്ഥയുണ്ടാകും. ഈ സന്ദർഭത്തിൽ പരീക്ഷണം ഉണ്ടാകുമ്പോൾ, മുസീബത്തുണ്ടാകുമ്പോൾ ഒരടിമയിൽ നിന്നുണ്ടാകേണ്ട ഉബൂദിയ്യ സബ്റാണ്, ക്ഷമയാണ്. അപ്പൊ ആ സബ്ർ, ക്ഷമ എന്ന് പറയുന്ന മഹത്തരമായ ഇബാദ, ഉബൂദിയ്യ അവന് പുറത്തെടുക്കാനുള്ള ഒരു അവസരമാണ്. ഒരു അസുഖം അവനിലേക്ക് കടന്നു വന്നാൽ അതവന് പുറത്തെടുക്കാനുള്ള ഒരു അവസരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, നമ്മൾക്ക് ഏറെ സുപരിചിതമായ ഹദീസാണ്. ഒരു വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യങ്ങളെല്ലാം ഖൈറാൻ, എല്ലാം ഖൈറാൻ. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഈ പറയുന്നത് വിശ്വാസിക്കല്ലാതെ ലഭിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഈമാനുള്ള, പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു ഉറച്ച വിശ്വാസിക്കല്ലാതെ ഈ അത്ഭുതകരമായ കാര്യം ഉണ്ടാവുകയില്ല. വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണത്. അവന്റെ എല്ലാ കാര്യങ്ങളും ഖൈറാൻ. ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും വിശ്വാസിക്കത് ഖൈറാൻ, അത് വിശ്വാസിക്ക് മാത്രമേ ഖൈറാവുകയുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഇൻ അസാബത്ഹു സറ ശകർ, അവനൊരു അനുഗ്രഹം ലഭിച്ചാൽ, അവന്റെ ജീവിതത്തിൽ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ആ സമയത്ത് അവന് അള്ളാഹുവിന് ശുക്ർ ചെയ്യും, നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അള്ളാഹു നൽകിയ നിഅമത്തിന് ഒരാൾ നന്ദി കാണിച്ചാൽ അതവന് ഖൈറൻ, അള്ളാഹു തആല അവന് ഏറ്റി നൽകും, വർദ്ധിപ്പിച്ചു കൊടുക്കും. ലൈൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ നന്ദി കാണിച്ചാൽ അതവന് ഖൈറൻ. ഇനി അവനൊരു പ്രയാസമുണ്ടായി, വൈൻ അസാബത്ഹു ദർറാ, അവനൊരു പരീക്ഷണമുണ്ടായാൽ സബർ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹ്, അതും അവന് ഖൈറാൻ. എന്തു തന്നെ പരീക്ഷണങ്ങൾ സംഭവിച്ചാലും, അത് അസുഖമാകട്ടെ അല്ലാത്തതാകട്ടെ, എന്ത് സംഭവിച്ചാലും അവൻ ക്ഷമിക്കും. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അൽ ഈമാനു നിസ്ഫാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ 2 പകുതിയാണ്. ഒന്ന് നിസ്ഫു സബ്രിൻ വനിസ്ഫു ശുക്ർ, ഒരു പകുതി ശുക്റാണെങ്കിൽ മറ്റൊരു പകുതി സബ്റൻ, ഒരു പകുതി ശുക്റാൻ. അപ്പൊ ജീവിതത്തിൽ എന്ത് അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അവരിൽ നിന്നുണ്ടാകേണ്ട ഉബൂദിയ്യ ശുക്റൻ, എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും അവരിൽ നിന്നുണ്ടാകേണ്ടത് സബ്റൻ. ഇത് പുറത്തെടുക്കാനുള്ള അവസരം, അതിലൂടെ അവന് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? ക്ഷമിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം അവന് കിട്ടും.
അപ്പം അവന് സത്യം പറഞ്ഞാൽ സബർ എന്ന് പറയുന്ന അവനിൽ നിന്നുണ്ടാകേണ്ട പരീക്ഷണം ഉണ്ടാകുമ്പോൾ അവനിൽ നിന്നുണ്ടാകേണ്ട ഉബൂദിയ്യ അത് പുറത്തെടുക്കാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഒരു രോഗം അവനിലേക്ക് കടന്നു വരുമ്പോൾ എന്നുള്ളതാണ് അതൊരു നേട്ടം. അത് നേട്ടമാണ്. ഇത് വിശ്വാസിക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത, ഇന്ന സബർ ചെയ്താൽ അതിന് കൂലി കിട്ടുമെന്ന് വിശ്വാസമില്ലാത്ത ഒരു നിരീശ്വരവാദിക്ക് ഇത് ചിന്തിക്കാൻ സാധിക്കൂല. വിശ്വാസിക്ക് ഇത് അതാണ് അജബല്ലി അംരിൽ മുഅ്മിൻ. വിശ്വാസിയുടെ കാര്യം അത്ഭുതമെന്ന് പറയാൻ കാരണം അതാണ്, വിശ്വാസിക്ക് അത് സാധിക്കും. രണ്ടാമത്തെ നേട്ടം, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിലൂടെ അവന്റെ പാപങ്ങൾ പൊറുക്കും. അവൻ ചെയ്ത തിന്മകൾ പൊറുക്കാൻ അത് കാരണമാണ്. തിന്മകൾ പൊറുക്കാൻ അത് കാരണമാണ്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അദ്ദുനൂബു തുകഫിറുഹൽ മസായിബു വൽ ആലാമു വൽ അംറാദ്. തിന്മകൾ, അതിനെ പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, വേദനകൾ മായ്ച്ചു കളയും. വേദനകൾ, പരീക്ഷണങ്ങൾ, ഓരോ വേദനയും ഓരോ അസുഖവും ഒക്കെ അവന്റെ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്. വഹാദ അംറുൻ മുജ്തമഉൻ അലൈഹി. ഇത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ഒരാൾക്കൊരു പരീക്ഷണമുണ്ടായി, ഒരു അസുഖമുണ്ടായി, ഒരു വേദനയുണ്ടായി, അതിൽ അയാൾ സബ്ർ ചെയ്താൽ അവന് അവന്റെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ് എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ മിൻ മറദിൻ ഫമാ സിവാഹു. ഏതൊരു മുസ്ലിം ആകട്ടെ, അവന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി, രോഗം പോലെയുള്ള പ്രയാസങ്ങളാകാം, ഫമാ സിവാഹു, ഇനി രോഗമല്ലാത്ത മറ്റു പ്രയാസങ്ങളാകാം, എന്ത് പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായാലും ഇല്ലാ ഹത്തല്ലാഹു ബിഹി സയ്യിആതി, അവന്റെ തിന്മകളെ അത് മായ്ച്ചു കളയും. കമാ തഹുത്തു ഷജറതു വറഖഹ, മരം അതിന്റെ ഇല വീഴ്ത്തിക്കളയുന്നത് പോലെ തിന്മകളെ, ആ അസുഖങ്ങൾ, വേദനകൾ ഇല്ലാതെയാക്കി കളയുമെന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരാൾക്കൊരു അസുഖമുണ്ടായാൽ അത് അവന്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. അപ്പൊ അസുഖത്തിന്റെ മറ്റൊരു നേട്ടമാണത്. ഒരു ചെറിയ തലവേദന, ഇനി വലുതാണെങ്കിലും എത്ര തന്നെ വേദനയുണ്ട്, ആ വേദനയൊക്കെ നമ്മളെ പാപങ്ങൾ ഇങ്ങനെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, ഏതൊരു വിശ്വാസിക്കും വിശ്വാസിനിക്കും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫി നഫ്സിഹി വവലദിഹി വമാലി, ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കും, ചിലപ്പോൾ സ്വന്തം ശരീരത്തിലായിരിക്കും, സ്വന്തം നഫ്സിന്റെ കാര്യത്തിലായിരിക്കും, മക്കളുടെ വിഷയത്തിലായിരിക്കും പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷണത്തിലെല്ലാം അവൻ ക്ഷമിച്ചാൽ ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവൻ ഒരു പാപം ഉണ്ടാവില്ല. എല്ലാ പാപങ്ങളും അവൻ അനുഭവിച്ച പരീക്ഷണത്തിന് അവൻ ക്ഷമിച്ചതുകൊണ്ട് എല്ലാം അള്ളാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് അസുഖത്തിന്റെ ഒരു നേട്ടമാണ്. അള്ളാഹു ഖദറാക്കിയതാണ്, അതിൽ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ സബ്ർ ചെയ്താൽ അതിലൂടെ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്, നമ്മുടെ പാപങ്ങൾ അതിലൂടെ പൊറുക്കും. മൂന്നാമത്തേത്, നമ്മളുടെ ദറജ, പരലോകത്തുള്ള പദവി, സ്വർഗത്തിലുള്ള പദവി അള്ളാഹു ഉയർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താണ്? സുദാഉൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്കുണ്ടാകുന്ന തലവേദന, ഒരു തലവേദന, ഔ ശൈഉൻ യുഅ്ദീഹി ഔ ശൗകത്തുൻ യുശാകുഹ, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ തറക്കുന്ന ഒരു മുള്ള്, ഔ ശൈഉൻ യുഅ്ദീഹി, അല്ലെങ്കിൽ അവനെ പ്രയാസമുണ്ടാക്കുന്ന എന്തും, എല്ലാം പെട്ടു, ഷെയ് എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു, അവന് പ്രയാസമുണ്ടാക്കുന്ന എന്തുമാകട്ടെ, അവന്റെ ശരീരത്തിലേൽക്കുന്ന ചെറിയ പരിക്കാകട്ടെ, അവൻ അനുഭവിക്കുന്ന അസുഖങ്ങളിൽ ഒരു ചെറിയ തലവേദനയാകട്ടെ, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യർഫഉഹുല്ലാഹു ബിഹാ യൗമൽ ഖിയാമത്തി ദറജ, ഖിയാമത്ത് നാളിൽ അവന്റെ പദവി ഉയർത്താൻ അത് കാരണമാകും. അല്ലാഹു തആല അതിനെ കാരണമാക്കും. വയുകഫിറു അൻഹു ബിഹാ ദുനൂബ, അവന്റെ തിന്മകൾ അല്ലാഹു തആല അതിലൂടെ പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ നേട്ടം അതാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് പറയുന്നുണ്ട്. ക്ഷമിക്കാൻ നമുക്ക് സഹായകമാകുന്ന കാര്യങ്ങൾ, അത് രോഗമെന്നല്ല, ഏത് രോഗത്തിന് പ്രത്യേകിച്ചും ഒരു രോഗമുണ്ടാകുമ്പോൾ
നമ്മൾക്ക് ക്ഷമ കിട്ടാൻ സഹായിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. പല രൂപത്തിൽ അസുഖം ബാധിച്ചിട്ടുള്ള രോഗികളുണ്ട്. അവർക്കൊക്കെ ക്ഷമ കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അല്ലാഹു തആല അത്തരം രോഗികൾക്കെല്ലാം സബർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ അങ്ങനെ രോഗികൾക്ക് ക്ഷമിക്കാൻ സഹായകമാകുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ട് അത് ഇൻഷാ അല്ലാഹ് പറയും. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്, ഈ രോഗം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ് എന്നവൻ ചിന്തിക്കുക എന്നുള്ളത്. ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ്, ഈ പറയുന്ന നേട്ടങ്ങളൊക്കെ അവൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. എൻ്റെ പാപങ്ങൾ ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സബർ ചെയ്താൽ നാളെ പരലോകത്തിൻ്റെ പദവികൾ ഉയർത്തപ്പെടും എന്ന കാര്യം ചിന്തിക്കുക. അതൊരു നമുക്ക് ക്ഷമ കിട്ടാൻ സഹായകമാകുന്ന, അസുഖം ബാധിച്ച ആളുകൾക്ക് അസുഖത്തിൻ്റെ പേരിൽ ക്ഷമിക്കാൻ സഹായകമാകുന്ന കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ ഒരു കാര്യം നമ്മൾ ഈ ഹദീസിൽ പഠിച്ച കാര്യമാണ്. അസുഖം, അതിന് നമ്മൾ സബർ ചെയ്താൽ അതിന് സ്വർഗമുണ്ട്. എന്താ തെളിവ്? നേരത്തെ പറഞ്ഞ ഹദീസാണ്. അതാ ഇബ്നു അബി റബാഹ് അദ്ദേഹത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സ്വർഗക്കാരിയായ ഒരു സ്ത്രീയെ നിനക്ക് കാണിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്ത സ്ത്രീ അവർക്ക് സ്വർഗം കിട്ടാൻ ഉണ്ടായ കാരണം, ഇൻ സബർതി ഇൻ ശിഅതി സബർതി വലകിൽ ജന്ന. അവർക്ക് ബാധിച്ച അസുഖം, അതിന് അവരോട് ക്ഷമിക്കാൻ പറഞ്ഞു, ക്ഷമിച്ചാൽ സ്വർഗമുണ്ട്. അപ്പോ അസുഖം അല്ലാഹ് ഖദറാക്കിയിട്ടുള്ള ഈ അസുഖം, അതിന് ക്ഷമ കാണിച്ചാൽ അതിന് കിട്ടാൻ പോകുന്നത് സ്വർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ ഹദീസിലുണ്ട്. നമ്മൾ പഠിച്ച ഹദീസ് അതാണ്, 103-ാമത്തെ ഹദീസിൽ അതാണുള്ളത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ഖുദ്സിയായ ഹദീസിൽ കാണാം, ഇദബ്തലൈതു അബ്ദി ബിഹബീബതൈഹി, ഞാൻ എൻ്റെ അടിമയെ അവൻ്റെ 2 കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവനെ പരീക്ഷിച്ചാൽ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കാര്യമാണത്. നമുക്ക് 2 കണ്ണിനും കാഴ്ചയുണ്ട്. ചില പ്രായമായ ആളുകൾക്ക് ഒരു കണ്ണടൻ്റെ സഹായം വേണ്ടി വരും, എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ലാഹ് പറയണം, എൻ്റെ അടിമയെ അവൻ്റെ 2 കണ്ണുകൾ അതിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ പരീക്ഷിക്കുകയും ഫസബർ, അങ്ങനെ ആ പരീക്ഷണത്തിൽ അവൻ ക്ഷമിക്കുകയും ചെയ്താൽ അവ്വൽതുഹു മിൻഹുമൽ ജന്ന, ആ 2 കണ്ണിന് പകരമായി ഞാൻ അവന് സ്വർഗം കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ആളുകൾ പല കാരണങ്ങൾ കൊണ്ടും കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും. ചിലപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ മതി, ചിലപ്പോൾ ഷുഗർ കൂടിയിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാം. നമ്മളൊന്നൊരിക്കലും നമ്മളെ കണ്ണിനെ കുറിച്ച്, അള്ളാഹു നൽകിയ നിഅമത്താണ്, ഈ നിഅമത്ത് നാളെ പിറ്റേന്ന് അല്ലെങ്കിൽ ഈ അടുത്ത നിമിഷം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെടാനുള്ള അള്ളാഹു തആല നൽകിയ നിഅമത്താണ്, അവൻ ഏത് സമയത്ത് അത് തിരിച്ചെടുക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലാ ഖദ്ദർ അല്ലാഹ്, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ വിശ്വാസി എന്ത് ചെയ്യണം? അവന്റെ ഈമാനിന്റെ ഒരു പകുതി എന്താണ്? സബറാണ്. അവനത് പുറത്തെടുക്കണം. അതിൽ അവൻ സബർ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവന് സ്വർഗമുണ്ട്. അള്ളാഹു പറയണം, ഞാൻ അവന് സ്വർഗം പകരമായി നൽകും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലിഅന്നൽ ഐന മഹ്ബൂബത്തുൻ ലിൽ ഇൻസാൻ, മനുഷ്യന് കണ്ണ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടൊരു അവയവാണ്. അവന്റെ അവയവങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടൊരു അവയവാണെന്ത്? കണ്ണ്. ഫൈദ അഖദഹുമുല്ലാഹു വസബറൽ ഇൻസാനു വഹ്തസബ്, അതല്ലാഹു തിരിച്ചെടുക്കുകയും അതിന്റെ പേരിൽ ഒരാൾ ക്ഷമിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്താൽ ഫഇന്നല്ലാഹ യുഅവ്വിലുഹു ബിഹിമൽ ജന്ന, അതിന് പകരം അള്ളാഹു സ്വർഗം കൊടുക്കും. അള്ളാഹുവിന് സ്വർഗം കൊടുക്കും. അപ്പോൾ രോഗം, ആ പരീക്ഷണത്തിൽ സബർ ചെയ്താൽ, ക്ഷമിക്കണം. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഒരു അസുഖമുണ്ടായി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് കൂലി കിട്ടൂല. ആ അസുഖത്തിൽ അയാൾക്ക് ക്ഷമിക്കാൻ പറ്റണം. ഒരാൾ അസുഖം ബാധിച്ചിട്ട് അള്ളാഹുവിനെ കുറ്റം പറഞ്ഞു ക്ഷമകേട് കാണിച്ചാൽ അവൻ ആ അസുഖം സഹിക്കും വേണം, അവന് കൂലിയൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടായി, അതിൽ സബർ ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചാൽ അവന് കിട്ടുന്ന നേട്ടങ്ങളാണ്. ഒരു അസുഖമുണ്ടായി അതിൽ അവൻ സബർ ചെയ്ത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങളാണ് പറയുന്നത്. 4-ാമത്തെ പറഞ്ഞ സ്വർഗമാണ്. സ്വർഗമുണ്ട്. 5-ാമത്തെ നരകത്തിൽ നിന്നുള്ള രക്ഷയുണ്ട്. നരകത്തിൽ നിന്നുള്ള രക്ഷയുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പനി ബാധിച്ച ഒരു
ആളെ സന്ദർശിച്ചു, പനി ബാധിച്ച ഒരാളെ സന്ദർശിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പനി ബാധിച്ച രോഗിയോട് പറഞ്ഞു, അബ്ശിർ, നീ സന്തോഷിക്കുക, നീ സന്തോഷിക്കുക. ഫഇന്നല്ലാഹ യഖൂൽ, അല്ലാഹ് പറയുന്നുണ്ട്, ഹിയ നാരി ഉസല്ലിതുഹാ അലാ അബ്ദിൽ മുഅ്മിനി ഫിദ്ദുനിയാ, എന്റെ വിശ്വാസിയായ അടിമയുടെ മേൽ ഞാൻ അത് നിശ്ചയിച്ചു കൊടുക്കും. എന്റെ നരകമാണിത്, എന്റെ തീയാണിത്. ആ തീയുടെ ചൂടാണ് ഈ അനുഭവിക്കുന്നത്. പനി ബാധിച്ച ആളുകളെ കുറിച്ച് പറയാൻ, അത് ലിതകൂന ഹല്ലഹു മിനൻ നാരി ഫിൽ ആഖിറ, പരലോകത്ത് അവന് കിട്ടേണ്ട ആ ചൂടിന് പകരം ഇവിടെ ഒരു ചെറിയ ചൂട്, പനീന്റെ ചൂട് മാക്സിമം എത്ര ഉണ്ടാകുക, ആ പനി ബാധിക്കുന്ന ചൂട് പോലും നരകത്തിൽ നിന്ന് അവന് കിട്ടേണ്ട ഒരു ഭാഗം ഇവിടെ ലഭിക്കുന്നതിലൂടെ അതിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ് ലഭിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു പനി ബാധിക്കുമ്പോൾ അബ്ശിർ, സന്തോഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു അസുഖം ബാധിച്ച ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നീ സന്തോഷിക്കുക എന്നാണ്. എന്തിനാണ് സന്തോഷിക്കുന്നത്? അവന് കിട്ടാൻ പോകുന്ന പ്രതിഫലം, അവന് ലഭിക്കുന്ന നേട്ടം, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഒരു രോഗം ബാധിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന വാചകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹമ്മ ഹല്ലു കുല്ലി മുഅ്മിനിൻ മിനൻ നാർ, പനി എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും നരകത്തിൽ നിന്നുള്ളൊരു ഓഹരിയാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പോ നമ്മൾ പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാക്സിമം നല്ല ചൂടുള്ള പനി, ചൂട് കുറഞ്ഞ പനിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എനിക്ക് ഖൈറാണ് എന്ന് ചിന്തിക്കാൻ വിശ്വാസിക്ക് പറ്റണം. ഇതാണ് അഞ്ചാമത്തെ ഒരു നേട്ടം. ആറാമത്തെ ഒരു കാര്യം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അസുഖമുണ്ടാവുക എന്നുള്ളത് അവനൊന്ന് മാറി ചിന്തിക്കാൻ, ഒരാൾക്ക് അയാളുടെ ജീവിതം ഒന്ന് പുനഃപരിശോധിക്കാൻ, ഒരു ആത്മവിചാരണ നടത്താൻ അസുഖം ഒരു കാരണമാകും. വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്ന ആളായിരിക്കും, പെട്ടെന്നൊരു അസുഖം വന്നു, ഒരു മാരകമായ അസുഖം വന്നു, അയാളൊന്ന് സ്റ്റക്കാവും, അയാൾ അള്ളാഹുവിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്, ഒന്ന് നന്നാകണമെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊക്കെ ആർക്കും വലിയ മാരകമായ അസുഖങ്ങളൊന്നുമില്ല. നാളെ ഒരു ചെറിയ ക്ഷീണം വന്നു, പരിശോധിച്ചപ്പോൾ ക്യാൻസർ ആണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഒരു മാരകമായ അസുഖം അതിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അവന് പ്രയാസമുണ്ടാവുമെങ്കിലും ഇവിടെ പ്രത്യേകിച്ചും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും മരണചിന്ത വർദ്ധിപ്പിക്കാനും അവന്റെ ഗഫ്ലത്തിൽ നിന്നൊന്നു മാറാനൊക്കെ ഉള്ളൊരു അവസരം എത്രയോ ആളുകൾ മാറി ചിന്തിക്കാൻ അവരുടെ അസുഖങ്ങൾ കാരണമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു പോക്ക് പോകുകയായിരിക്കും. ആ സമയത്താണ് ഒരു അസുഖം അള്ളാഹു കൊടുക്കുന്നത്, അതിലൂടെ അയാളുടെ ജീവിതം മൊത്തം മാറും. ഡോക്ടർ പറയണേ, 2 മാസം കൂടി നിങ്ങൾക്ക് ആയുസ് ഉണ്ടാകുള്ളൂ, അതാണ് ഞങ്ങളുടെ കണക്ക് എന്ന് പറയുമ്പോൾ, പിന്നെ ആ 2 മാസം അവൻ ജീവിതം നന്നാക്കിയാൽ അവൻ ഖൈറായി. ഇത്രയും കാലം അവൻ ജീവിച്ചതൊക്കെ അള്ളാഹു തആല ഈ പറഞ്ഞിട്ടുള്ള അവന്റെ ഈ ഒരു നല്ല, അവൻ അസുഖം വന്നപ്പോൾ മാറി, അപ്പൊ അതിന് ഖൈറായിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ, അവൻ ചെയ്യുന്ന തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനൊക്കെ എന്ത് ചെയ്യും, അത് കാരണമാകും. അപ്പൊ ആ നിലക്കും അസുഖം എന്താണ്, അതിന് ഖൈറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല പറഞ്ഞില്ലേ, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ ലഅല്ലഹും യതദറഊൻ. മുൻ സമുദായത്തിലേക്ക് ഒരുപാട് പ്രവാചകന്മാരെ നാം നിയോഗിച്ചു. അവർക്ക് പല പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നാം അവർക്ക് നിശ്ചയിച്ചു. എന്തിനാണ് അവരെ പരീക്ഷിച്ചത്? അല്ലെങ്കിൽ അവർക്ക് ചില, ഇതിന്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും, അവർക്ക് ചില രോഗങ്ങളും അതുപോലെ തന്നെ ചില ദാരിദ്ര്യമൊക്കെ, കഠിനമായ ദാരിദ്ര്യം, വലിയ രോഗങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ പരീക്ഷിച്ചു. തഫ്സീർ തബരിയിൽ കാണാം, ഫംതഹ്നാഹും ബിശിദ്ദത്തിൽ ഫഖ്രി വൽ അസ്ഖാം, കഠിനമായ ദാരിദ്ര്യം കൊണ്ടും അതുപോലെ തന്നെ അസുഖം കൊണ്ടും നാം അവരെ ഫംതഹന്നാഹും, നാം അവരെന്ത് ചെയ്തു, പരീക്ഷിച്ചു. എന്തിനാണ് പരീക്ഷ? അള്ളാഹ് പറയുന്ന അടുത്ത ആയത്തിൽ,
ഫഅഖദ്നാഉം ബിൽബഅസാഇ വദ്ദറാ ലഅല്ലഹും യതദറഊൻ. അവർ വിനയപ്പെട്ട് തിരിച്ചു വരുന്നതിനു വേണ്ടി, അവർക്ക് പരീക്ഷണങ്ങൾ, ദാരിദ്ര്യം, അസുഖങ്ങളൊക്കെ കൊടുത്ത് നാം അവരെ പരീക്ഷ എന്തിനു വേണ്ടിയിട്ടാണ്? അവർ വിനയപ്പെട്ട് എന്നിലേക്ക് തിരിച്ചു വരുന്നതിനു വേണ്ടി. അതാണ് തഫ്സീറിൽ കാണാം, ലഅല്ലഹും യതദറഊന ഇലയ്യ, എന്നിലേക്ക് വിനയപ്പെട്ട് തിരിച്ചു വരാൻ വേണ്ടി. വയുഖ്ലിസു ലിഅൽ ഇബാദ, ഇബാദത്ത് എനിക്ക് മാത്രം ഇഖ്ലാസോടുകൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവരെ നാം പരീക്ഷിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷണം ആളുകൾക്ക് മാറി ചിന്തിക്കാനുള്ളൊരു അവസരമാണ്. അതേപോലെ തന്നെ അസുഖം ഒരു പ്രധാനപ്പെട്ട പരീക്ഷണമാണ്. ഈ അസുഖങ്ങളാകട്ടെ, അതൊക്കെ അള്ളാഹുലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, മുസീബത്തുൻ തുഖ്ബിലു ബിഹാ അലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന ഒരു മുസീബ. ആ മുസീബത്ത്, ആ പരീക്ഷണം ഉണ്ടായപ്പോൾ നീ അള്ളാഹുവിലേക്ക് അടുത്തു, കൂടുതൽ ജീവിതത്തിൽ ശ്രദ്ധ കാണിക്കാൻ തുടങ്ങി, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങി. ആ ഒരു പരീക്ഷണം, ആ മുസീബത്ത്, ആ ഒരു വിപത്താണ് ഖൈറുൻ മിൻ നിഅമത്തിൻ തുൻസീക ദിക്റല്ലാഹ്, അള്ളാഹുവിനെ മറപ്പിച്ചു കളയുന്ന ഒരു അനുഗ്രഹം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മുസീബത്തിലൂടെ നിനക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുന്നതാണ്. ഒരു മുസീബത്തുണ്ടായി, ആ മുസീബത്തിലൂടെ അള്ളാഹുലേക്ക് അടുത്തു, അതാണ് നിനക്കൊരു അള്ളാഹുവിനെ തൊട്ട് മറപ്പിച്ചു കളയുന്ന ഒരു അനുഗ്രഹം ലഭിക്കുന്നതിനേക്കാൾ ഖൈർ. നമുക്ക് അള്ളാഹു 1 കോടി റുപ്യൊന്നും വലിയ നിഅമത്താണ്, അതിലൂടെ നമ്മൾ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചു. അതിനേക്കാൾ ഖൈറാണ് നമുക്ക് അള്ളാഹു ഒരു ക്യാൻസർ തന്നു, ആ ക്യാൻസറിലൂടെ നമ്മൾ അള്ളാഹുലേക്ക് അടുത്ത് നന്നായിട്ട് ജീവിച്ചു മരിച്ചു എന്നുള്ളത്. മസലൻ അള്ളാഹുലേക്ക് അടുക്കുന്നു, അള്ളാഹുലേക്ക് മടങ്ങിച്ചെല്ലാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അത് ഈ പറഞ്ഞിട്ടുള്ള അസുഖത്തിലൂടെ ലഭിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഏഴാമത്തൊരു നേട്ടം ഫായിദയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് തദ്കീറുക ബിനിഅമില്ലാഹി സാബിഖതി വൽ ഹാദിറ, അള്ളാഹു നമ്മൾക്ക് നേരത്തെ നൽകിയിരുന്ന നിഅമത്തുകളെ നമ്മളെ ഓർമ്മിപ്പിക്കും. അസുഖം എന്നുള്ളത്, അതേപോലെ തന്നെ നിലവിലുള്ള അനുഗ്രഹങ്ങളെയും അള്ളാഹു ആ രോഗം ഓർമ്മിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലോ, ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ രോഗം വരണം. ശരിക്കും നമുക്ക് കണ്ണിന്റെ വില ഇപ്പം മനസ്സിലാക്കണില്ല. എപ്പോഴാണ് മനസ്സിലാക്കുക? കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മൾക്കിപ്പോൾ വൃക്കുണ്ട്, കിഡ്നി, അത് പണി മുടക്കുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാക്കുക. ഇത്രയും കാലം ഒരു ഡയാലിസിന്റെ ആവശ്യമില്ലാതെ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്? ജീവിച്ചിട്ടുണ്ട്. അതിന്റെ വില മനസ്സിലാകുക അത് നഷ്ടപ്പെടുമ്പോഴാണ്. ഒരു അസുഖം വരുമ്പോഴാണ് ശരിക്കും നമ്മളുടെ പല അനുഗ്രഹങ്ങളുടെയും വലിപ്പം നമുക്ക് മനസ്സിലാക്കുക. അത് അസുഖം കൊണ്ട് കിട്ടുന്ന ഒരു ഗുണമാണ്, ഒരു നേട്ടമാണ്. അള്ളാഹ് നമ്മൾക്ക് എത്ര നിഅമത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ മറ്റൊരാളുടെ അസുഖം കാണുമ്പോൾ നമ്മൾക്ക് നൽകിയ നിഅമത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾക്കൊരു അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ എത്രയോ മാരകമായ അസുഖം ബാധിച്ചിട്ടുള്ള ആളുകളിലേക്ക് നോക്കിയാൽ നമ്മൾക്ക് നിലവിലുള്ള നിഅമത്ത് മനസ്സിലാകും. നമ്മൾക്കൊരു കൈ ഒരു പ്രശ്നമില്ല, അടുത്ത ഒരു കൈ അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ 2 കൈയും 2 കാലും ചലനശക്തിയില്ലാതെ അങ്ങനെ കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. ദുനിയാവിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങളെക്കാൾ പ്രയാസപ്പെടുന്നവരിലേക്ക് നോക്കുക. അതാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിസ്സാരമാക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. നോക്ക്, എന്തൊക്കെ അസുഖം നമ്മൾക്കുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കൈയിന് പ്രശ്നം ഉണ്ടാവും, മുട്ടിന് പ്രശ്നം ഉണ്ടാവും, ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും, ഒക്കെ അസുഖങ്ങളാണ്. ഇതിനൊക്കെ നമുക്ക് കൂലി കിട്ടും ഇൻഷാ അള്ളാഹ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചാൽ. പക്ഷെ നമ്മൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, നമ്മളെക്കാൾ മാരകമായ അസുഖം ബാധിച്ച എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്.
നമ്മുടെ അയൽവാസികളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാകും. അപ്പം എത്ര അസുഖം നമ്മൾക്കുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മാരകമായ അസുഖം ബാധിച്ച ആളുകൾ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര അള്ളാഹുവിന് ശുക്ർ ചെയ്താലും അത് മതിയാവില്ല. നമ്മുടെ ശരീരം, അതിൻ്റെ ആഫിയ, അതിൻ്റെ വില നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോഴാണ്. അത് നഷ്ടപ്പെട്ട ആളുകളെ നമുക്ക് കാണുമ്പോഴാണ്. 8ാമത്തെ കാര്യം, തദ്കീറുക ബിഹാലി ഇഖ്വാനിക്കൽ മർദാ. രോഗികളായ നിന്റെ സഹോദരങ്ങളെക്കുറിച്ച് ആ രോഗം ഓർമ്മപ്പെടുത്തും. ചിലപ്പോൾ അയൽവാസികളായിട്ട് നമ്മുടെ അടുത്ത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പല രോഗം ബാധിച്ച ആളുകളൊന്നും നമ്മൾ മെയിൻറ്റാക്കുന്നുണ്ടാകില്ല. നമ്മളൊരാഴ്ച ഒരു കിടപ്പിലായി, അപ്പോഴാണ് അസുഖത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇതേപോലെ മാസങ്ങളായി വർഷങ്ങളായി ബെഡിൽ കിടക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും. എത്രയോ മാരകമായ അസുഖങ്ങൾ നമ്മളൊക്കെ ചിന്തിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധമുള്ള വ്യത്യസ്തമായ അസുഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ക്യാൻസറിൻ്റെ വിവിധ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പല രൂപത്തിലുള്ള അസുഖങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഒരു ഉസ്താദ് മൂപ്പര് ഒരു രോഗിയെ സന്ദർശിച്ച കാര്യം പറഞ്ഞിരുന്നു കുറേ മുമ്പ്. ഒരു ക്യാൻസറാണ്. ആ ക്യാൻസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ രോഗം ബാധിച്ച വ്യക്തി ഒരു റൂമിൽ അദ്ദേഹത്തെ അടച്ചിട്ടേക്കാണ്. ആ റൂമിലേക്ക് അയാൾക്ക് ആവശ്യമുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കും. എന്താ അസുഖം? അസുഖം എന്ന് പറഞ്ഞാൽ അയാളുടെ മലം വായിലൂടെയാണ് പോകുന്നത്. സുബ്ഹാനല്ലാഹ്, മലയിലൂടെ പോകേണ്ടത്. അതിന് അല്ലാഹു തആല നമ്മൾക്കൊരു മാർഗം നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ക്യാൻസറാണ്. അദ്ദേഹത്തിൻ്റെ നമ്മൾ ഛർദ്ദിക്കുന്നത് പോലെ മലം വായിലൂടെ പുറത്തു വരും. അതുകൊണ്ട് അയാളുടെ പരിസരത്ത് ഒരാൾക്കും നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അപമാനം, അതിനു പുറമെ ഈ പറഞ്ഞിട്ടുള്ള അസുഖത്തിൻ്റെ വേദനകൾ, സുബ്ഹാനല്ലാഹ്, ഇത് നമ്മൾക്കും വരാം. ഇങ്ങനെയുള്ള പല മാരകമായ അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അവരെക്കുറിച്ച് ചിന്തിക്കാൻ, അവരെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ അസുഖം നമ്മളെ അതിന് കാരണമാക്കും എന്നുള്ളത് 8ാമത്തെ ഒരു കാര്യമാണ്. 9ാമത്തേത് തഹാറത്തുൽ ഖൽബി മിനൽ അംറാദ് കൽ കിബ്രി വൽ ഖുയലാ വൽ ഉജ്ബി വൽ ഹസദി വസായിരിൽ അംറാദിൽ ഖൽബിയ്യ. ഹൃദയത്തിന് ബാധിക്കുന്ന മറ്റു അസുഖങ്ങളിൽ നിന്ന് ഒരു ശുദ്ധീകരണം, നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന അസുഖം അത് ശുദ്ധീകരിക്കാൻ കാരണമാകും. അപ്പം നോക്ക്, ചില അസുഖങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സന്നെ വൃത്തിയാകും. ചില അസുഖങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാളുടെ അസൂയ വെക്കാനും അവൻ്റെ വിഷയത്തിൽ ഇടപെടാനും ഒന്നും നമുക്ക് താല്പര്യം, നമുക്ക് നമ്മുടെ അസുഖത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാനുണ്ടാകും. മാരകമായ ചില അസുഖങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം അവൻ്റെ മരണം ഉറപ്പാക്കി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇനി രക്ഷയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ കേസൊക്കെ ആകുമ്പോൾ പിന്നെ അവന് മറ്റൊരാളുടെ അസൂയയും കുഴിന്തും അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കാനെ കുറിച്ചൊന്നും ചിന്തിക്കൂല. അവന് ചിന്തിക്കാൻ സമയം ഉണ്ടാകൂല. അവന് പിന്നെ അവൻ്റെ അസുഖത്തെക്കുറിച്ച്, ഇനി എങ്ങനെയായിരിക്കും അവൻ്റെ ഓരോ ദിവസങ്ങൾ, മരണത്തെക്കുറിച്ച്, മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്ന ആൾക്ക് എങ്ങനെ അസൂയയും കിബറും അജുബും മനസ്സെന്നെ ക്ലിയർ ആവും. പിന്നെ ഒരാളോട് അയാൾക്ക് ദേഷ്യം വെറുപ്പൊന്നും ഉണ്ടാവില്ല. കാരണം അവന് ദേഷ്യം വെക്കാനും വെറുപ്പ് വെക്കാനും സമയം ഉണ്ടാവില്ല, അവൻ മരിക്കാൻ പോവാണ്. അസുഖം ആ രൂപത്തിൽ നമ്മളെ ശുദ്ധീകരിക്കും. അതും വലിയൊരു നേട്ടമാണ്. അപ്പം നമുക്ക് അള്ളാഹു ചിലപ്പോൾ ഒരു അസുഖം നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മരണമില്ലാത്ത ജീവിതത്തിൽ ശാശ്വതമായ സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അള്ളാഹു ആ ഒരു പരീക്ഷണത്തിലേക്ക് നമ്മളെ നിശ്ചയിച്ചത്. അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും മോശം വിചാരിക്കാൻ പാടില്ല. എല്ലാം അള്ളാഹു തആല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഖൈർ മാത്രമേ അള്ളാഹു നിശ്ചയിക്കുള്ളൂ. 10ാമത്തെ കാര്യം, രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഫിയത്തുള്ള കാലത്ത് അവർ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് രോഗകാലത്തിന് അവർക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹദീസാണ്, അവർക്കതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടേ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇദാ മരിദൽ അബ്ദു ഔ സാഫർ, ഒരാൾ രോഗിയായി അല്ലെങ്കിൽ യാത്ര പോയാൽ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹ, അയാൾ ആരോഗ്യവാനായിരിക്കെ ചെയ്തിരുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ
അയാൾക്ക് രോഗമായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും അയാൾക്ക് അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. യാത്രയിൽ നമ്മൾ പതിവായി ചെയ്യുന്ന പല നന്മകളും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അവൻ യാത്രക്കാരനാണ്, അവൻ നാട്ടിലുള്ള സമയത്ത് പതിവായി അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ യാത്രയിലായിരിക്കുമ്പോൾ അതിൻ്റെ കൂലി കിട്ടും, അവന് കൂലി കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇദബ്തലല്ലാഹുൽ അബ്ദൽ മുസ്ലിമ ബിബലാഇൻ ഫീ ജസദി. അല്ലാഹു തആല ഒരു മുസ്ലിമായ അടിമയെ അവന്റെ ശരീരത്തിൽ ഒരു പരീക്ഷണം കൊടുത്ത് അവനെ പരീക്ഷിച്ചാൽ ഖാല ലിൽ മലക്, മലക്കിനോട് അല്ലാഹു പറയും, ഉക്തുബ് ലഹു സാലിഹ അമലിഹി അല്ലദി കാന യഅമൽ. അയാൾ നേരത്തെ ആരോഗ്യമുള്ള സമയത്ത് എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം അയാൾക്ക് ഇനിയും രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്ന് മലക്കുകളോട് പറയും. ഫൈൻ ശഫാഉ ഗസലഹു വതഹറഹു, അവന് അല്ലാഹു ശിഫ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ശുദ്ധീകരിക്കും. ഇനി വൈൻ ഖബദഹു ഗഫറ ലഹു വറഹിമ, ഇനി ആ അസുഖത്തിൽ അവനെ മരിപ്പിക്കാനാണ് അല്ലാഹു തീരുമാനിച്ചതെങ്കിൽ അല്ലാഹു അവനെ റഹ്മത്ത് ചെയ്യും, അവന് അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നോക്ക്, അസുഖം ബാധിച്ചയാൾക്ക് കിട്ടുന്ന ഒരു നേട്ടമാണ്. അയാൾ ആരോഗ്യമുള്ള കാലത്ത് എന്തൊക്കെ നന്മകൾ പതിവായി ചെയ്തിട്ടുണ്ടോ അതെല്ലാം അയാൾക്ക് അസുഖം ബാധിച്ച സമയത്തും കിട്ടും. ഇത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അസുഖം ബാധിക്കുന്നതിന് മുമ്പ് അത് പതിവായിട്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകണം. സലഫുകളിൽ അവർക്ക് അസുഖം ബാധിച്ചാൽ അവർ കരയും. എന്തിനാണ് കരയുന്നത്? അയാൾക്ക് ആ അസുഖം വന്ന സമയത്ത് അവിടെ അവസ്ഥ എന്തായിരുന്നു? നല്ല അവസ്ഥയിൽ നന്നായിട്ട് അമലുകൾ ചെയ്യുന്ന അവസ്ഥയിലായിരുന്നോ അവർക്ക് ആ അസുഖം ബാധിച്ചത് എന്നൊരു പേടിയായിരുന്നു. അങ്ങനെ നന്നായി സജീവമായി അമല് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു അസുഖം വന്നതെങ്കിൽ നമ്മൾ യാതൊന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ടതില്ല. നമ്മൾ എന്തൊക്കെ ഖൈറാത്തുകൾ ചെയ്തിട്ടുണ്ടായിരുന്നോ അതിനൊക്കെ കൂലി നമ്മൾ ബോധമില്ലാതെ വർഷങ്ങളോളം നമ്മൾ കട്ടിലിൽ കിടന്നാലും നമുക്കതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ ആരോഗ്യമുള്ള കാലത്ത് എന്ത് ചെയ്യണം? പതിവായി ചില കാര്യങ്ങൾ ചെയ്യണം. പതിവായി രാത്രി സ്കരിക്കുന്ന ആളാണ്, അയാൾക്കൊരു അസുഖം ബാധിച്ചു, ഇനി അയാൾക്ക് ഒരിക്കലും രാത്രി എണീക്കാൻ കഴിയൂല, പക്ഷെ അയാൾക്ക് കൂലി കിട്ടും. അതേപോലെ തന്നെ ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളുകൾ, അയാൾ കൃത്യമായി ജമാഅത്തിന് വരുന്ന ആളാണ്, അയാൾക്ക് അസുഖം ബാധിച്ചു, അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. ജമാഅത്തിന്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇതാണ് 10 ഫായിദകൾ. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന ചില ഗുണങ്ങൾ, നേട്ടങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അസുഖം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവനത് ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഖൈറാത്തുകൾ, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, ഉപകാരങ്ങൾ, അതുകൊണ്ട് പരലോകത്ത് അവൻ എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചായിരിക്കും അവൻ ചിന്തിക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, സുഫിയാൻ ഉസൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൈസ ബിഫഖീഹിൻ, ഒരാൾ ഫഖീഹല്ല, ലൈസ ബിഫഖീഹിൻ മൻ ലം യഉദ്ദൽ ബലാഅ നിഅമതൻ വറഖാഅ മുസീബതൻ. അവനുണ്ടാകുന്ന മുസീബത്ത്, പരീക്ഷണം, അതൊരു നിഅമത്തായി കണക്കാക്കാത്തവൻ ഫഖീഹല്ല. അതേപോലെ തന്നെ അവനുണ്ടാകുന്ന അനുഗ്രഹം അതവനൊരു പരീക്ഷണമാണെന്ന് കണക്കാക്കാത്തവനും യഥാർത്ഥത്തിലുള്ള പണ്ഡിതനല്ല എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതൊരു നിഅമത്താണ്, അതിന് സബ്ർ ചെയ്താൽ കിട്ടുന്ന കൂലി പരിഗണിക്കുമ്പോൾ. ഇനി നമ്മൾക്കൊരു നിഅമത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പരീക്ഷണമാണ്, അത് നമ്മൾ നല്ല രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്നർത്ഥം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇർദ അനില്ലാഹി ഫീ ജമീഇ മാ യഫഅലുഹു ബിക്, പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹു നിന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതിലെല്ലാം നീ തൃപ്തനാകണം. അള്ളാഹു നിനക്ക് എന്തൊക്കെ വിധിക്കുന്നുണ്ടോ അതിൽ നീ തൃപ്തിയുള്ളവനാകണം. ഫഇന്നഹു മാ മനഅക ഇല്ലാ ലിയുഅതിയക, അള്ളാഹു നിനക്ക് വല്ലതും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേറെ രൂപത്തിൽ തരാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമുക്ക് സമ്പത്ത് തന്നില്ല, ഫഖർ കൊണ്ട് പരീക്ഷിച്ചു. നമ്മൾ സബ്ർ ചെയ്താൽ നമ്മൾക്ക് ധാരാളം സ്വർഗത്തിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അത് തടഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, നമുക്കൊരു പരീക്ഷണം, അതെന്തിനാണ് അള്ളാഹു ഈ പരീക്ഷിക്കുന്നത്? ഇതിന് ശേഷം ഇനി കൂടുതൽ തരാനാണ്. വലബ്തലാക ഇല്ലാ ലിയുആഫിയക, നിന്നെ അള്ളാഹു പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് ആഫിയത്ത് നൽകാൻ വേണ്ടിയിട്ടല്ലാതെയല്ല. അതേപോലെ തന്നെ വല അംറദക ഇല്ലാ ലിയശ്ഫിയക, നിനക്ക്
അള്ളാഹു ഒരു രോഗം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ശിഫ നൽകാൻ വേണ്ടിയിട്ടാണ്. വല അമാതക ഇല്ലാ ലിയുഹിയക്, നിന്നെ അള്ളാഹു മരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ മരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് പ്രയാസം വന്നാലും അതിനപ്പുറത്ത് അള്ളാഹു നമ്മൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. ഫഇയ്യാക അൻ തുഫാരിഖ റിദ അൻഹു തർഫത ഐൻ, ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ വിധിയിൽ ഒരു കണ്ണ് ഇമ വെട്ടുന്ന സമയത്ത് പോലും എന്താ അള്ളാഹ് എന്നെ എങ്ങനെ കാണിച്ചു എന്ന് പറയരുത്. എല്ലാം ഖൈറിനാണ്. അങ്ങനെ നീ ചെയ്താൽ ഫതസ്ഖുത് മിൻ ഐനിഹി, അവന്റെ കണ്ണിൽ നിന്ന് നീ ഇല്ലാതെയാകും എന്ന് പറഞ്ഞാൽ നിന്റെ വില നഷ്ടപ്പെടും. അല്ലെങ്കിൽ നിനക്ക് അള്ളാഹു തആല ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നീ അള്ളാഹുവിന്റെ ആ വിധിയിൽ നീ തൃപ്തിപ്പെട്ടില്ല, നിന്റെ കാര്യം ബുദ്ധിമുട്ടാണ്. ആ പ്രയാസം അനുഭവിക്കും വേണം, അതുകൊണ്ടുള്ള നേട്ടം നിനക്ക് ലഭിക്കാതെ പോവുകയും ചെയ്യും എന്ന് പറഞ്ഞത് കാണാം. ഈ രൂപത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം, ഇത് നമ്മൾ പഠിക്കണം, ഇതിനറിയണം. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു രോഗിയെ കാണുമ്പോൾ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് മാനസികമായി തളർന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവർക്ക് പോയി പറഞ്ഞു കൊടുക്കണം. കാരണം രോഗം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വലിയ ആശ്വാസമാണ്, വലിയ ആശ്വാസം. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അതിന് ക്ഷമ കിട്ടാൻ സഹായകമാകുന്ന ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നമ്മളത് മനസ്സിലാക്കണം. ഞാനും നിങ്ങളൊക്കെ ഇപ്പം നമ്മൾ ആഫിയത്തിലാണ്. നാളെ പിറ്റേന്ന് അല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ രോഗികളാകാൻ ഏറെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ആ സന്ദർഭത്തിലൊക്കെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സബർ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ട് അതിന് കീഴൊതുങ്ങാൻ നമ്മൾക്ക് പറ്റണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചു വെക്കണം. അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു തആല സബർ നൽകി അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.